ശരിക്കും പറഞ്ഞാൽ the emotional scenes are much more taxing than physical scenes. അകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആളുടെ സൈഡിൽ ഒരു മാസ്കുലിൻ പാർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി, ബട്ട് അവർക്ക് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പടത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ഇറ്റ് ഹിഞ്ചസ് ഓൺ ദ കെമിസ്ട്രി ഓഫ് ദോസ്. നല്ല സാധനം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹെയർ കട്ട് ചെയ്തേണ്ടി വരും. അവസരം അമ്മ എങ്ങനെ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ആയാലും ഞാൻ ചെയ്യുന്ന സിനിമ ആയാലും അപ്പൊ അവിടെ ഓരോ ആൾക്കാരും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക നന്നായിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ട്. പക്ഷെ എനിക്കത് ഞാൻ എടുത്തില്ല ഫോൺ, എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം. ഹായ് ഗൈസ്, വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. ഞാൻ അൻഷയുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത് ഞാൻ അൻഷയുടെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഒരു മൈൻഡ് സെറ്റ്? കാരണം ഇത് വെരി ഡിഫറെന്റ് ഫ്രം യുവർ യൂഷ്വൽ ഫിലിംസ് ആൻഡ് ഒരു ഇന്റൻസ് ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പൊ എന്തായിരുന്നു, ഒരു ഈസി ആയിരുന്നോ യെസ് പറയാൻ ഈ സിനിമയ്ക്ക്? ഇപ്പൊ പറഞ്ഞ റീസൺ തന്നെയാണ്, ഞാൻ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഒരുപാട് നാളായിട്ട് ചെയ്യണം ആഗ്രഹിച്ചൊരു ക്യാരക്ടറാണ് ഇതിലത്തെ സാറ എന്ന് പറയുമ്പോൾ. അതിന് ഭയങ്കര ആൾക്കുള്ള ആളൊരു കുറെ മാനറിസം, കുറെ വിഷ്ണുവിനെ നറേറ്റ് ചെയ്തപ്പോൾ കുറെ സാധനങ്ങൾ എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീട്ടിലെല്ലാവരും ഇരുത്തി ഞാൻ കഥ പറഞ്ഞു. എന്താ പറഞ്ഞു? എനിക്ക് ഇഷ്ടപ്പെട്ട കഥ ഞാൻ ഇരുത്തി ഞാൻ നറേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ഇരുന്ന് എല്ലാവരെയും കുറിച്ച് ഭയങ്കരമായിട്ട് കഥ പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ കൊള്ളാം, നൈസാണ്, നല്ല സാധനം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹെയർ കട്ട് ചെയ്തേണ്ടി വരും. അവസരം അമ്മ എങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. ചേച്ചി അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെയ്തേക്ക് എന്നുള്ള പോലെ. അമ്മ പറഞ്ഞു വേണ്ട, ചെയ്യണ്ട, റിസ്ക് എടുക്കണ്ട. പിന്നെ റിസ്ക് എടുക്കാലോ, കട്ട് ചെയ്തു. അപ്പൊ കൺവിൻസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല? ഇല്ല, അങ്ങനെ കുറച്ച് കൺവിൻസ് ചെയ്യേണ്ടി വന്ന അമ്മേനെയാ. ഞാനും ചേച്ചിയും കൂടി തന്നെയാ ചെയ്തത്. ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രൊജക്റ്റിൽ ചെയ്യാൻ വേണ്ടിട്ട്. രഞ്ജിത്ത്, ഇതിപ്പോ എങ്ങനെ പറഞ്ഞാലും ദിസ് ഇസ് യുവർ ഓൺലി ഫസ്റ്റ് ഫിലിം അല്ലേ? യു ഹാവ് നോ പ്രഷർ ആൻഡ് യുവർ ഓൺലി ഡെബ്യൂ. അപ്പോൾ വാസ് ദേർ ഏതെങ്കിലും ഒരു ഡെബ്യൂ, ഡു യു ലുക്ക് അറ്റ് എ പെർട്ടിക്കുലർ മൂവി ആൻഡ് തിങ്ക് ഓക്കെ ദാറ്റ് വാസ് എ ഡാം ഗുഡ് ഡെബ്യൂ? Kahona Pyar Hai. Oh, not very simple. So that is like the benchmark. I feel like in a debut ഒരു ആക്ടറിന് ലിറ്റിൽ ബിറ്റ് ഓഫ് പുള്ളിക്കാരനുള്ള ലൈക്ക് എല്ലാ ഫ്രേഗ്മെന്റ് ഓഫ് എവറി സ്കിൽ ദാറ്റ് he or she can show അതൊരു നല്ലൊരു ഡെബ്യൂ ആയിരിക്കുമെന്ന്. ആൻഡ് ഐ തിങ്ക് ഇൻ ദിസ് ഫിലിം ഉറപ്പായിട്ടും എനിക്കത് കാണിക്കാൻ പറ്റി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് സെർവ്സ് ദ സ്റ്റോറി. ആ സ്റ്റോറി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബാക്കിയെല്ലാം അതനുസരിച്ച് ക്യാരി ചെയ്യണം ആ രീതിയിൽ തന്നെ. But you know, I could, you know, like it was definitely a dream debut for me. I couldn't ask for a better one. But what is it like? Even when we spoke, it's not an easy process to choose your first film, right? I've heard that you kept thinking, you kept listening to scripts. Yes. ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ലൈക്ക് വാട്ട് ആർ ദ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ്സ് ദാറ്റ് കെയിം യുവർ വേ? അത് എത്ര സമയം എടുത്ത് തീരുമാനിക്കാൻ ഇതായിരിക്കണം എൻ്റെ ഫസ്റ്റ് ഫിലിം എന്ന്? And is it a very difficult phase? I guess കാരണം എനിക്ക് അങ്ങനത്തെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തില്ല. ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ ഹാസ് ടു കണക്ട് വിത്ത് മീ. ലൈക്ക് ഐ ഹാവ് ടു ഫീൽ ലൈക്ക് ഇതിൽ എന്തോ ഉണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്, ദാറ്റ്സ് സംവേ ഐ ക്യാൻ ലൈക്ക് നർച്ചർ ദിസ് ആൻഡ് ഡെവലപ്പ് ദിസ് ഇൻടു സംതിങ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉള്ളിൽ തോന്നണം, എന്നാലേ എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ചുമ്മാ എടുത്തു ചാടി കമ്മിറ്റ് ചെയ്താൽ ലൈക്ക് ബിക്കോസ് നമ്മളൊരു ആക്ടറിന്റെ നിലയിലും യു വോണ്ട് ടു ഗിവ് യു 110%. യു ആർ എ വെസൽ ഫോർ ദ ഡയറക്ടർ ആൻഡ് ഫോർ യു ടു മേക്ക് ഷുവർ ഞാൻ ആ ക്യാരക്ടറിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹാവ് ടു ഡു ജസ്റ്റിസ് ടു ദാറ്റ് ക്യാരക്ടർ. അതെനിക്ക് സ്വയമായിട്ട് തോന്നണം, എന്നാലേ എനിക്കും ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ, ഒരു വാശി കിട്ടത്തുള്ളൂ എനിക്കത് ചെയ്യണമെന്ന്. സോ ഐ ആം ഇൻ കോൺസ്റ്റന്റ് സെർച്ച് ഫോർ ദാറ്റ് വാശി. ആ വാശിന്റെ ഒരു സ്പാർക്ക് ഫീൽ ചെയ്താൽ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റില്. ആൻഡ് ദാറ്റ് ഇസ് വെൻ മൈക്ക് കെയിം ടു മീ. ആൻഡ് ഈ കഥ കേട്ടപ്പം തന്നെ ഐ ഫെൽറ്റ് ദാറ്റ് ദെയർസ് സംതിങ് ഇൻ ദിസ് ക്യാരക്ടർ. ഹി ഹാസ് എ ലോട്ട് ഓഫ് ലെയേഴ്സ് ആൻഡ് ലോട്ട് ഓഫ് കോംപ്ലെക്സിറ്റീസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അങ്ങനത്തെ ഒരു സൈക്കില് ഗെറ്റ് ഇൻ ചെയ്യാനും ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ ഹെഡ് സ്പേസ്. ലൈക്ക് ദിസ് ക്യാരക്ടർ ആന്റണി, ഹി ഹാസ് എ ലോട്ട് ഓഫ് നുവാൻസസ് ആൻഡ് കോംപ്ലെക്സിറ്റീസ് ഇൻ ഹിം. സോ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ഇൻട്രീഗ് തോന്നി ഇയാളിനെ എനിക്ക് മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കണമെന്ന്. That is what pushed me to commit to this. And it's very interesting you say that because it's not at all a typical debut. For about 40-45 minutes of the film, your character is almost unlikable, right? And that's the design. Yes. Like ishtapadam paadilla, that's how you are. You have to play that, and then you have to connect to people emotionally, then you have to change as a character. It's a very complicated arc. So അത് ഒരു ഫസ്റ്റ് ഫിലിമിൽ തന്നെ ചെയ്യണമെന്ന് when you thought of it, did you think that
like should I start with a lighter film or should I go all out and then start with a very intense film? അങ്ങനത്തെ ഒരു conflict ഉണ്ടായിരുന്നോ? So I feel like ഇപ്പോഴത്തെ കാലത്ത് audience want emotional honesty. കാരണം നമ്മളെ 15 വർഷം മുമ്പ് like you had a typical stereotype of a hero ഇങ്ങനെ നെഞ്ചും വിരിച്ചിരിക്കണം, ഫൈറ്റ് ചെയ്യണം, ആക്ഷൻ ചെയ്യണം. Now they want more vulnerable characters, more relatable characters. ആൾക്കാർക്ക് ഉൾക്കൊള്ളണം ആ ക്യാരക്ടർ. ലൈക്ക് ദേ ഷുഡ് ബി ലൈക്ക് ഇയാളുടെ they want to sympathize and empathize with the character. And that is the major factor. അതില്ല കാരണം now like I said നമ്മളിപ്പം പഴയ കാലത്തെ പോലെയല്ല സിനിമ ഉണ്ടാക്കുന്നത്. We want more content that we can relate with now. Cinema should be closer to reality these days. അങ്ങനത്തെ രീതിയിൽ definitely Anthony is a flawed character. He's not supposed to be your conventional hero. ഞാൻ ഹീറോ ഒന്നും പറയത്തില്ല. He is a protagonist of the story along with Sarah. So I wouldn't even use the word hero for him. It's a story of both these characters. So he is a character. You have to empathize with it. You have to understand where he's coming from. At the end of the day, when you walk out of the theater, you should understand the arc that he went through. Only a character arc, he went through it. You have to understand that and empathize with it. Like that's my focus. If people can empathize with the character, I feel like I've done my job. Yeah. And the mindset anganya. That's how you create characters that last forever. Even like coming to your character, Anaswara, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈക്ക് ഓഫ് കോഴ്സ് ദ സൈക്കോളജിക്കൽ തിങ്സ് ഇസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. അതൊക്കെ നടക്കുന്നുണ്ട്. അത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. യുവർ ക്യാരക്ടർ ഹാസ് ഇഷ്യൂസ് വിത്ത് ഹർ മദർ. അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇറ്റ് ഓൾസോ ഹാസ് ടു ബി എ വെരി ഫിസിക്കൽ ക്യാരക്ടർ അല്ലേ? നടക്കുന്ന രീതിയിലാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു കാഷ്വലായിട്ട് വേറൊരു ആൺകുട്ടി അടുത്ത് സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആക്ച്വലി മുടിവെട്ടാണ് ഏറ്റവും ഈസി അതല്ലേ? ബാക്കി അതിൽ ആ ക്യാരക്ടറിലുള്ള വേറെ പണിയൊക്കെ അതിനെക്കാട്ടും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതെങ്ങനെയാണ് അതൊരു ലൈക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് ഒരു നടക്കുന്ന രീതിയിലും ഒരു കാഷ്വലായിട്ട് തോന്നണം, പക്ഷെ ഒരു ആൺകുട്ടീനെ പോലെ ആയിരിക്കണം, അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു അത്? കാരണം ഈ പറഞ്ഞ മുടിമുറിക്കലായിരുന്നു ശരിക്കും ഏറ്റവും ഈസി. മുടിമുറിക്കൽ തന്നെയായിരുന്നു. അതിന് ശേഷമുള്ളതായിരുന്നു കുറച്ചും കൂടി പാടായിരുന്നത്. കാരണം ഒരു സ്വയം ഉള്ളിൻ്റെ ഉള്ളൊരു ഫെമൈൻ സൈഡും പക്ഷെ പുറത്ത് ആൾക്കാരുടെ ഇടയിൽ കുറച്ച് മാസ്കുലിൻ ആണ്, ഞാൻ ഒരു ആണാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അവള് കാണിക്കുന്ന കുറേ മാനറിസങ്ങളുണ്ട്. നടക്കുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും ടോണിലായാൽ പോലും അവളിപ്പം കോൺഷ്യസ് ആയിട്ട് വരുമ്പോൾ എന്താ പറയുക കുറച്ച് ഇതായിട്ടുള്ള ടോണും അല്ലെങ്കിൽ ആള് സബ് കോൺഷ്യസ്ലി ആള് വരുന്ന ആ ഒരു ഫെമൈൻ വോയിസും എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യണമായിരുന്നു. ആള് നടക്കുന്നതിലും സംസാരിക്കുന്നതിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ എനിക്കത് കുറച്ച് മൈൻഡിലിരുന്ന് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു. അത് മാത്രമല്ല, കാരണം ആസ് എ ക്യാരക്ടർ ഓൾസോ നമ്മൾ ആണെന്ന് കാണിക്കുന്ന രീതിയിൽ ഇപ്പൊ അകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആളുടെ സൈഡിൽ ഒരു മാസ്കുലിൻ പാർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ബട്ട് അവർക്കത് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അവരുടെ ഉള്ളിനുള്ളിൽ അങ്ങനെയല്ല, പക്ഷെ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അത് കുറച്ച് പാടായിരുന്നു. കാരണം അത് നാച്ചുറലും ആയിരിക്കണം. അത് എന്താണ് എന്നെ ഒരാണെന്നുള്ള രീതിയിൽ ഇയാൾ കാണാത്തതെന്ന് കാണിക്കണം. ആൻഡ് വെൻ ബോത്ത് ഓഫ് യു ഇന്ററാക്ട്, it's almost for about 1 hour of the movie, it's a bromance. Like it's not a romance, it's almost like two screwed up broken people bonding. അതിന്റെ ഒരു പിച്ച് എങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വെള്ളടിക്കുന്ന സീനും അതൊക്കെ ഇറ്റ് ഹാസ് ടു ബി കാഷ്വൽ. രണ്ടുപേർക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇറ്റ് ഹാസ് ടു ബി കാഷ്വൽ ആൻഡ് that connection also has to be felt. ആ ഒരു സിങ്ക് എങ്ങനെയാ കിട്ടിയത്, എസ്പെഷ്യലി ദോസ് സീൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഒരു ഡിസ്റ്റന്റ് അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല. ഏതോ ഒരാളെന്നുള്ളൊരു ഫീൽ ഒന്നുമില്ല. ഐ ഫെൽറ്റ് ലൈക്ക് എ ഡ്യൂഡ്, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ എനിക്ക് തോന്നി. അതിപ്പോ എന്നെ ആ ലൊക്കേഷനിൽ അവർ ട്രീറ്റ് ചെയ്യുന്ന ആയാൽ പോലും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് പെൺകുട്ടി അങ്ങനെയൊന്നുമല്ല. അവരെല്ലാരും വന്ന് സാറ എന്ന രീതിയിൽ തന്നെ എന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു പാർട്ട് എനിക്ക് വലിയ പാടായിരുന്നില്ല. ഈ പടത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ഇറ്റ് ഹിഞ്ചസ് ഓൺ ദ കെമിസ്ട്രി ഓഫ് ദോസ് കെമിസ്ട്രി വർക്ക് ചെയ്തില്ലെങ്കിൽ പടം വർക്ക് ആവത്തില്ല. സോ ലൈക്ക് യു സെഡ്, ദിസ് ഇസ് അൺഫിൽറ്റർഡ്, റൈറ്റ്? So when you have two fucked up characters, like Anthony and Sarah, എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു തീരുമാനം, ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ മുന്നോട്ട് പോകേണ്ട ആൾക്കാരാ. So once you meet two people, എന്ന് പറഞ്ഞാൽ ആന്റണി ജീവിതം അടുത്ത് നിൽക്കും, Sarah, she wants to be born again. So correct, these are two opposite ends of the spectrum. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുമ്പോൾ definitely that's an exciting dynamic.
That's what, yeah. And So- even in that scene, So exploring that dynamic is definitely a huge part of, you know, that chemistry work on. That's the core of the film. നിങ്ങൾക്ക് രണ്ടുപേർക്കും individually, what was the toughest scene in this movie? Because both of you are, I mean, the extremely challenging situations in the film, right? Emotionally, like in terms of anger, in terms of physicality. So, ഏറ്റവും toughest shot അല്ലെങ്കിൽ scene എന്തായിരുന്നു? For both of you, individually. For me, എനിക്ക് ഫസ്റ്റ് എടുത്ത ഞാൻ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ എനിക്ക് എടുത്ത ഷോട്ട് എന്ന് പറയുന്നത് സീൻ എന്ന് പറയുന്നത് ക്ലൈമാക്സിനോട് അടുത്തേക്കുന്ന ഒരു സീനാണ്. ക്ലൈമാക്സിലുള്ള ഒരു സീനായിരുന്നു എനിക്ക് എടുത്തത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒരു തുടക്കത്തിൽ ഒരു സ്റ്റാർട്ട് കിട്ടണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര പേടി, ഞാനിത് എങ്ങനെ ചെയ്യും, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ. അപ്പൊ ഞാനും രഞ്ജിത്തും കമ്പനി ആയിരുന്നു. അപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഞാനത് എങ്ങനെ ചെയ്യും. ഞാൻ കുറെ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി. എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു, ആ ഒരു സീൻ ഞാൻ എങ്ങനെ ചെയ്യുന്നു. ബട്ട് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് വന്നപ്പോൾ ഐ വാസ് ഹാപ്പി. What about you? So for me, ശരിക്കും പറഞ്ഞാൽ the emotional scenes are much more taxing than physical scenes. Physical എന്ന് പറഞ്ഞാൽ like it's more about if we train our body to move in a certain way, നമുക്കത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാം. But emotional scenes നമുക്ക് ആ ഫീലിംഗ് കിട്ടാൻ, അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി there have been times where like കരയുന്ന സീൻ ആണെങ്കിലും you know കരയുമ്പം you give your best and the director is like technical error ഒന്നുകൂടെ എടുക്കാം. എങ്ങനെയും തിരിച്ച ഹെഡ് സ്പേസിൽ പിന്നെയും പോകുന്നത്. So that is the hardest. Our mental space, I feel like that's the hardest, you know, and especially a character like Anthony. ദുഃഖം ഉൾക്കൊണ്ട് നടക്കുന്ന ഒരാള്, you know, like he's someone who, and to the public, to Sara as well, പുള്ളിക്കാരൻ അത്രയ്ക്ക് he's pretty soft, like he doesn't reveal his true nature to him. I think for me, ആ രീതിയിൽ I think അവരുടെ ഞെട്ടി എഴുന്നേക്കുന്ന scene was pretty hard. കാരണം I had to bring myself into a headspace where like shit, അങ്ങനത്തെ ഒരു, because he lost his you know, tragic, this releases after the film. Yeah. So basically he lost, you know, someone who's so near and dear to him because of his arrogance. So പുള്ളി ആ ട്രോമ കൊണ്ട് നടക്കുക, like he has that burden. എൻ്റെ ഒരു കയവതം കൊണ്ട്, എൻ്റെ ആരഗൻസും ആ മറ്റേ ഇതും കൊണ്ട് I caused this. ഇനി ഞാൻ ഇത് വെച്ച് ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? So all those thoughts had to be crammed into my head and translated through my emotions. So അത് ശരിക്കും പണിയെടുത്ത സീനാണ് ഞെട്ടി എഴുന്നേക്കുന്നത്. I think the most taxing scene for me, draining, was definitely ഞെട്ടി എഴുന്നേക്കുന്നത്. ഇതിപ്പോ like because it's your first film, ഇങ്ങനത്തെ എസ്പെഷ്യലി ആ സെറ്റ്സ് ഒക്കെ കാണുമ്പോഴും ഇറ്റ്സ് സോ ലൈക്ക് ഇത്ര കമോഷനും ഇത്ര ആൾക്കാരും ആ ഒരു ഡിഡ് ഇറ്റ് ടേക്ക് സം ടൈം ഫോർ യു ടു ഗെറ്റ് യൂസ് ടു ദ റിതം ആൻഡ് ഇത്ര ആൾക്കാർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പ്ലേ, ബിക്കോസ് യു റിഹേഴ്സ് ഫോർ 100 days and then when you go on stage you are pretty much ready. ഇത് എന്തായിരുന്നു, ലൈക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലൈക്ക് ഹൗ ഡിഡ് യു കൈൻഡ് ഓഫ് ഗെറ്റ് യൂസ് ടു ദാറ്റ്? ഫസ്റ്റ് നമ്മള് മൈസൂരൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൊറേ ടേക്ക് പോയി, ഒരു ഓക്കെ ഷോട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഫ്രെയിമിൽ വരും. നമ്മുടെ ആദ്യത്തെ സീൻ മൈസൂരിൽ എടുത്തത്, മൈ ക്യാരക്ടേഴ്സ് ആ ലോഡ്ജ് സീൻ ആയിരുന്നു, മറ്റേ പുറത്ത് പോയി സിഗരറ്റ് വലിക്കുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ, അതൊരു മിഡ് ഷോട്ട് ആയിരുന്നു. ഓക്കെ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ പൂജയൊക്കെ ചെയ്തു, എല്ലാവരും പ്രാർത്ഥിച്ചു, ഷോട്ട് തുടങ്ങി. ഓക്കെ, എഴുന്നേറ്റ് പുറത്ത് പോയി സിഗരറ്റ് എടുത്ത് ലൈറ്റ് ചെയ്ത് വലിക്കണം. സിമ്പിൾ. In my mind I was trying to make peace. Okay, കുഴപ്പമില്ല, ഡയറക്ടർ ഉണ്ട്, ഗൈഡ് ചെയ്യാൻ ഇതൊക്കെ ഉണ്ട്. ബാൽക്കണി വരെ പോയി, മിഡ് ഷോട്ടാ, നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാം. സിഗരറ്റ് എടുക്കാൻ കൈ കട്ടെന്ന് വിളിച്ചു. പക്ഷെ ഡെഫിനറ്റ്ലി യു നോ ലൈക്ക് വെൻ യു വർക്കിംഗ്, ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഡൂയിങ് എ ഫീച്ചർ ഫിലിം അതൊരു വേറെ ലെവൽ സംഭവം. എന്ന് പറഞ്ഞാൽ ദാറ്റ് ടു യു വർക്കിംഗ് വിത്ത് ദ ബെസ്റ്റ് ടെക്നീഷ്യൻസ്. രണദീപ് അങ്ങനെ ക്യാമറ ഉണ്ട്. രണദീപ് ലൈക്ക് നമ്മുടെ CIA ഒക്കെ എടുത്ത പുള്ളി, ലൈക്ക് വൺ ഓഫ് ദ ടോപ്പ് DOPs ഇൻ മലയാളം. നമ്മളെ ഫിലിം ചെയ്യുക, വി ഹാവ് ടു ബി ഇൻ ക്യാരക്ടർ. സോ ഡെഫിനറ്റ്ലി ഈസൻ ചെയ്യാൻ 1-2 ദിവസം എടുത്തു, ബട്ട് വൺസ് യു ഗെറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇറ്റ് അത് പെട്ടെന്ന് പോകും. പിന്നെ ഐ തിങ്ക് എ ലോട്ട് ഓഫ് ഇറ്റ് ഇസ് ബിക്കോസ് ദ കംഫർട്ടബിലിറ്റി ഇൻ സെറ്റ്. ഡയറക്ടർ ആയാലും നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും, they made sure I was in the most comfortable situation to work in. So that is a huge asset. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണിയും കുറച്ചുകൂടി ഈസിയർ ആവും. You know, so within the first few days നന്നായി സിങ്ക് ഇൻ ചെയ്യാൻ പറ്റി. അനുശ്വരക്ക് ഇപ്പൊ എങ്ങനെയാ ഫസ്റ്റ് ഫിലിം ചെയ്ത ആ ഒരു ടെൻഷനും ഇപ്പൊ ചെയ്യുമ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ട്? ഇപ്പൊ കുറച്ചൊരു ഈസി ആണോ? കുറച്ചും കൂടെ ആ ടെൻഷന്റെ കാര്യത്തിലൊക്കെ ഈസി ആണോ? കുറെ കാര്യങ്ങൾ ഈസിയാണ്. എക്സാമ്പിൾ പറ.
കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴറിയാത്തത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇതാണ് ലെൻസ് ഒക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പക്ഷെ ഫസ്റ്റ് ഡേ ഒരു സെറ്റിലേക്ക് പോകുമ്പോ എനിക്ക് ഇപ്പോഴും ആ ഒരു പേടി ഉണ്ടാവുന്നുണ്ട്. സുജാത അതുപോലെയല്ല, ബട്ട് എനിക്കൊരു പേടി ഉണ്ടാവാറുണ്ട് ആ ഒരു ക്യാരക്ടർ എത്തുന്നവരെ. ഒരു 2-3 ഡേയ്സ് എനിക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടി ടൈമാണ്, ബാക്കി അങ്ങോട്ട് ഓക്കെയാണ്. ആ ഒരു 2-3 ഡേയ്സ് എനിക്ക് ഒരു പ്രഷർ ഉണ്ടാവും ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി വരുന്നവരെ. അത് ഇപ്പോഴും ഉണ്ട്. അതല്ലാണ്ട് ഇതിപ്പോ ഇതിന്റെ ഈ ടോപ്പിക് ലൈക്ക് ജെൻഡർ റീഅസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സീരിയസ് ടോപ്പിക്കാണ്, ഭയങ്കര ഒരു എങ്ങനെ എവിടെ തുടങ്ങണ്ടേ, എങ്ങനെ ആലോചിക്കണ്ടേ. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതാണ് സിനിമയുടെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ കുറേ കൂടിയൊക്കെ റീസെർച്ച് അല്ലെങ്കിൽ കുറേ കൂടിയൊക്കെ പഠിക്കേണ്ടി വന്നു ഇതിനെ പറ്റി? തീർച്ചയായിട്ടും. കാരണം എനിക്ക് സ്റ്റോറി കേട്ട സമയത്ത്, കാരണം എല്ലാ സിനിമയിലും ആൾക്കാർ ഇപ്പം വിമർശിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വിമർശിക്കുന്നത് മാത്രമല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മോശം കാര്യം ആൾക്കാർക്ക് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മുതൽ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ വിഷ്ണുവിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അതെന്താ അങ്ങനെ വന്നത്. എനിക്ക് എല്ലാത്തിനും ഓരോ കാര്യങ്ങളും ഞാൻ വിഷ്ണുവിനെ ഡയറക്ടറെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഷൂട്ടിന്റെ സമയത്തായാൽ പോലും അതെന്താ ആളങ്ങനെ ചെയ്ത്, അങ്ങനെ ആ ഡയലോഗ് എന്താ അവിടെ വന്നത്, അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ വിഷ്ണുവിനായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് കുറച്ച് നമുക്കൊരു റിയാക്ഷന്റെ കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യണം? റിയാക്ഷൻ മാത്രമല്ല, കാരണം നമ്മൾ ഒരിക്കലും ഒരു സൊസൈറ്റിക്ക് മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കൊടുക്കരുതല്ലോ, അത് അറിയാണ്ടാണെങ്കിൽ പോലും. അപ്പം ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറായാലും ഞാൻ ചെയ്യുന്ന സിനിമയായാലും, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ഗൈസ്. അനശ്വരയുടെ മറ്റേ ഒരു ഫസ്റ്റ് ഫ്രൈഡേയിലെ ആദ്യം സിനിമ റിലീസ് ചെയ്ത ആ ഒരു ഫ്രൈഡേ, അതിന് മുമ്പത്തെ ദിവസവും ആ ദിവസത്തെ ഒരു മൂഡും എങ്ങനെ ആയിരുന്നു, എന്തൊക്കെ സംഭവിച്ചു, ആൻഡ് വാട്ട് വുഡ് യു ലൈക്ക് ടു ടെൽ രഞ്ജിത്ത് അബൌട്ട് ഹാൻഡ്ലിംഗ് ദാറ്റ് Friday, Saturday, Sunday? ശരിക്കും കാരണം സിനിമയിൽ നമ്മൾ കാരണം കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ വരുന്ന സമയത്ത് പത്മയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി ഉദാഹരണം സുജാത റിലീസ് ചെയ്യുന്നത്. 12:30 ഷോ അങ്ങനായിരുന്നു ഫസ്റ്റ് ഷോ എല്ലാവരും ക്രൂ ആയിട്ടിരുന്ന് കാണുന്നത്. അപ്പൊ തലേ ദിവസം ഞങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പോസ്റ്റർ ഒക്കെ കാണും. അപ്പൊ നോക്കി നാളെ ഇറങ്ങുവാണ്, എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കാണും, നാളെ ഇറങ്ങുവാണ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒരു ഇത് വരും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു രാത്രിയൊക്കെ. അതെ ശരിക്കും. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട്, കാരണം എന്റെ നാട്ടില് അവിടെയൊക്കെ ഫസ്റ്റ് അവിടെ ഷോ തുടങ്ങി എന്നിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ അവിടെ ഓരോ ആൾക്കാരും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക, നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കത് ഞാൻ എടുത്തില്ല ഫോൺ, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം. അപ്പൊ ഞാൻ കേറാൻ പോകുമ്പോഴേക്കും ഇവിടെ അവിടെയൊക്കെ കഴിഞ്ഞു. അവർ വിളിച്ച് നന്നായിട്ടുണ്ടോ ഒക്കെ പറഞ്ഞു. ഞാൻ കേറി, ഞാൻ ഫസ്റ്റ് പടം കാണാനിരിക്കുമ്പോ ഞങ്ങള് പരിചയപ്പെടുത്തുന്ന പുതുമുഖ താരം അനശ്വര രാജൻ. അപ്പോഴായിരുന്നു ശരിക്കും എന്റെ പേര് ബിഗ് സ്ക്രീനിൽ കാണുന്നു, ആൾക്കാരൊക്കെ അത് നോക്കുന്നു, അതൊക്കെ ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ചുറ്റും ക്യാമറ, എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ക്യാമറാസ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നു, അവർ ചോദിക്കുന്നു ഓരോ ചോദ്യം. What do you want to say? At the end of the day, I don't want to lose myself. ഞാനിത് ചെയ്യുന്നത് തന്നെ it's out of a genuine passion. ആ പാഷൻ വെച്ച് തന്നെ എനിക്ക് മുന്നോട്ട് പോകണം. I don't want, things can happen. ഈ പടം കഴിഞ്ഞിട്ട് that's all up to the world, how the universe. Whichever way. ഞാൻ എന്തിനാ തുടങ്ങിയത്, എനിക്ക് അത് തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. I want to act and I want to become an actor because I'm genuinely passionate and interested in the craft of acting. അത് എന്നെ ഒരിക്കലും വിട്ടുപോകില്ല. That's the only thing. I want to keep myself grounded and hope for the best, put my best foot forward and just give my best. Okay. Thanks so much. Thank you so much.